അസ്സാം വലൈക്കും ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖമായിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഞാനിതാ ഈദിൻ്റെ വ്ളോഗ് വരുന്നൊരു ടൈമായത്. അതായത് ഞാൻ ലാസ്റ്റായിട്ട് ഈദ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് ശേഷം ഇപ്പോഴാണ് എനിക്ക് വരാൻ പറ്റിയത്. പതിവ് പോലെ കാരണങ്ങളുണ്ടായിരുന്നു. കാരണം ഓരോ കാര്യങ്ങളുണ്ട്, പലതും ഉണ്ട്. എൻ്റെ ഒരു അവസ്ഥ എന്താണെന്നറിയോ, എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കും ഞാൻ കുറേ. അത് ചെയ്യാനുണ്ടല്ലോ, ഇത് ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ചുള്ളൊരു ടെൻഷൻ ആയിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അവിടെ പെൻഡിങ് ആവും. അപ്പം ഈ യൂട്യൂബ് വീഡിയോ, ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് കുറേ ദിവസമായി. പക്ഷെ എന്താ പറയുക, എനിക്ക് ഓരോ തിരക്കിൽപ്പെടും. എന്നിട്ട് ഇതിനെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ ചെയ്യാനൊക്കെ നമുക്ക് എന്തായാലും അതിൻ്റെതായ ഒരു ടൈം കണ്ടെത്തിയിരിക്കണമല്ലോ. അങ്ങനെ ഫൈനലി ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. ഭയങ്കര ലേറ്റായെന്ന് എനിക്കറിയാം, പക്ഷെ എന്താ ചെയ്യുക, വേറൊരു വഴി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് കേട്ടോ. കുറേ കാര്യങ്ങൾ അതിനിടയിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അങ്ങ് വന്നോളും. ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, അതായത് നെക്സ്റ്റ് ഈദ്, നമ്മുടെ വലിയ പെരുന്നാളിലേക്കുള്ള സൽവാർ കമീസ്, അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ കുറച്ച് ദിവസമായി. അതെല്ലാം കളക്ട് ചെയ്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനിപ്പം അതിൻ്റെ അപ്ഡേഷൻസൊക്കെ എനിക്ക് കൊടുത്തു തുടങ്ങണം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങളുടെ ലാസ്റ്റ് ഈദ്, അതായത് ചെറിയ പെരുന്നാളിൻ്റെ തലേന്നുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെയാണ്. അതായത് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റിനേക്കുള്ള തയ്യാറെടുപ്പുകളാണ്. തലേന്ന് രാത്രി ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നെക്സ്റ്റ് ഡേ മുട്ടസുർക്കയും പുട്ടും ഉണ്ടാക്കുക എന്നുള്ളതാണ്. 2 ഐറ്റംസ് ആക്കുക. കാരണം ഹസ്ബൻഡിന് ചില സമയത്ത് മുട്ടസുർക്ക ഇഷ്ടമാകില്ല. കാരണം എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ വലിയ താല്പര്യമില്ലാത്തൊരു ആളാണ്. എന്നാലും ചില സമയത്ത് ഭയങ്കര ഇഷ്ടത്തോടെ തിന്നും ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ 2 ഐറ്റംസും പിന്നെ എന്താ പറയുക, പുട്ടിന് കണക്കായിട്ടൊരു ഫിഷ് വരട്ടിയതും ആക്കി. പിന്നെ മുട്ടസുർക്കയ്ക്ക് വേണ്ടിയിട്ട് എന്തായിരുന്നു ആക്കിയത്, സ്റ്റ്യൂ ആണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് സത്യത്തിലെല്ലാം മറന്നുപോയി. ഓക്കെ, അപ്പം അതൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി അവിടെ വെച്ചു. കാരണം രാവിലെ എന്തായാലും ലേറ്റായിട്ടായിരുന്നു തുടങ്ങിയത് തന്നെ. പിന്നെയെന്ന് വെച്ചാൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ എഴുന്നേറ്റ് ഇവർ പള്ളിയിൽ പോയി വന്ന ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ടേബിൾ മേൽ എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തലേന്ന് സെറ്റാക്കി വെക്കണം. അതുകൊണ്ടാണ്. പിന്നെയെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ചിൻ്റെ പണി പൊതുവേ ഉണ്ടാകാറില്ല. കാരണം ഹസ്ബൻഡ് ഷോപ്പിൽ അവിടത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നതും നമുക്കും കൂടി വരും ബിരിയാണി. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് ഉച്ചയ്ക്ക് വലിയ പണി ഉണ്ടാവില്ല. എന്തെങ്കിലും പിന്നെ അതിൻ്റെ കൂടെ പുഡിങ് അങ്ങനെ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ തലേന്ന് എല്ലാ ഐറ്റംസും ഏകദേശം സെറ്റാക്കി വെച്ച് ഞാൻ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 അവർ ലാസ്റ്റ് സുബഹി നിസ്കരിച്ചതിന് ശേഷം പോയി കിടന്നുറങ്ങിയതാണ്. പിന്നെ അതിനുശേഷം വീണ്ടും അവർ പള്ളിയിൽ പോയി വരുമ്പോഴേക്ക് എഴുന്നേറ്റ് പിന്നെയും എന്താ പറയുക, ഫുഡൊക്കെ റെഡിയാക്കി. പിന്നെ അതിനുശേഷം കുറച്ച് നല്ലോണം പോയി ഉറങ്ങി. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ദിവസം ഉണ്ടായത്. അപ്പം എൻ്റെ ഇപ്പം കഴിഞ്ഞ തിരക്കുകൾ എന്താണെന്ന് വെച്ചാലും, ഇപ്പം സംഭവം നാട്ടിലേക്ക് ആർക്കും കാർഗോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അൽഹംദുലില്ലാ നാട്ടിൽ ഞാൻ സ്റ്റോക്ക് ചെയ്ത ഐറ്റംസിനൊക്കെ നല്ല എൻക്വയറി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ ഓരോരുത്തർക്കായിട്ട് 1-2 പീസസൊക്കെ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് കുക്ക് വെയർ സെറ്റൊക്കെ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലൂടെ നടന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വീഡിയോ ലേറ്റ് ആകാനുള്ള പല കാരണങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പിന്നെ വെച്ചാൽ നെക്സ്റ്റ് ഈദിനേക്കുള്ള അബായൻ്റെ കാറ്റലോഗും സംഭവങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് പുതിയ ക്ലോത്ത്സ് ഏതാന്നൊക്കെ നോക്കി കണ്ടെത്തിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഒന്നും പറയണ്ട, ഫുൾ ബിസി ആയിരുന്നു. ഇപ്പോഴും എൻ്റെ തിരക്കുകളൊന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് പണികളുണ്ട്. പിന്നെ വെച്ചാൽ ട്രെൻഡ്യോളിൻ്റെ അപ്ഡേഷൻസ് ഇങ്ങനെ എല്ലാ ദിവസവും കൊടുക്കണം. അത് ചില സമയത്ത് നമ്മൾ പുതിയ പ്രോഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും ഞാൻ അവിടെ കൊടുക്കുന്ന അപ്ഡേഷൻസൊക്കെ കാണുമ്പോൾ. അങ്ങനെ ഞാൻ ലേറ്റ് നൈറ്റ് നമ്മൾ ഏകദേശം അവിടുത്തെ ഫുഡിൻ്റെ എല്ലാം പ്രിപ്പറേഷൻസൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞങ്ങളിതാ ലേ ചൊക്കോലയിൽ വന്നിട്ടിരിക്കുന്ന. കാരണം കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡേ ഈദാണല്ലോ. അപ്പം സാധാരണയായിട്ട് ആ ഒരു രീതിയിൽ എന്തെങ്കിലും വാങ്ങിയിട്ട് ഇവിടെ വെക്കാറുണ്ട്. അപ്പോൾ അവിടെ പിന്നെ രാത്രി ഏകദേശം ടൈം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, 1:30-2 മണി അടുത്ത് ടൈം ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് വന്നത്. അപ്പോഴും അത് മാർക്കറ്റൊക്കെ ഫുള്ളി ഓപ്പണാണ്. കാരണം ലേറ്റ് നൈറ്റ് ഈദിൻ്റെ എല്ലാം തലേന്ന് ഇവിടെ അങ്ങനെയാണല്ലോ, ഏകദേശം 4 മണി 5 മണി വരെ എല്ലാം ഓപ്പൺ ആയിരിക്കും. ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായത് ഒരു കേക്കും ഒരു 2 തരം സ്വീറ്റ്സാണ്. അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക്
വന്നു. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സാൻ ഉണ്ട്, അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള സൗണ്ടുകൾ കേൾക്കാം. ഡെസേർട്ടായിട്ട് ഞാൻ സ്നിക്കേഴ്സ് പുഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പിന്നെ ഇങ്ങനൊരു സ്വീറ്റ് വാങ്ങിച്ച് അവിടെ വെച്ചതാണ്. പിന്നെ ഇതെന്ന് വെച്ചാൽ എന്തായാലും ഒരു 4 or 5 days കേടില്ലാതെ വെക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് സ്വീറ്റാണ്. ഡെസേർട്ടൊക്കെ പിന്നെ പെട്ടെന്ന് തീരുമല്ലോ, അതും കൂടി ഉദ്ദേശിച്ചാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നെ അതായത് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും നമ്മുടെ പ്ലാനിങ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് ഫസ്റ്റ് ഡേ വലിയ പ്ലാനിങ്സ് ഒന്നുമില്ല. അതായത് പിന്നെ ഫുഡൊക്കെ കഴിച്ച് തലേന്ന് ഹസ്ബൻഡൊക്കെ ഫുൾ ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് നല്ല പോലെ ഉറങ്ങും. ഉച്ചയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് 1 or 2 തവണ ഉറങ്ങിയിട്ട് വൈകിട്ടാകുമ്പോഴേ ആളൊന്ന് പിന്നെ റിഫ്രഷ് ആവുള്ളൂ. അപ്പോൾ ഞങ്ങളന്ന് ഈവനിങ് ആയപ്പോൾ ഇവിടെ അലൈനിലുള്ള ഞങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിന്ന് വിസിറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ വിസിറ്റ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി, അതായത് ഡയറക്റ്റ് കസിൻസ്, അത് ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി അനുജത്തി മക്കൾ, അതുപോലെ ഉമ്മാൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഡയറക്റ്റ് കസിൻസ് തന്നെ മാത്രമായിട്ട് ഇവിടെ ഒരു 100 or 120 ആൾക്കാരുണ്ട് മൊത്തത്തിൽ, കുട്ടികളെല്ലാം അടക്കം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാതറിങ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഫാം ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ നെക്സ്റ്റ് ഡേ അവിടെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ദിവസത്തെ സ്റ്റേ നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു, എന്നിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഒരു ഗ്യാതറിംഗ് ആണ് മെയിൻ. അതുകൊണ്ട് ഫസ്റ്റ് ഡേ വലിയ കാര്യമായിട്ട് വേറെ പ്ലാനിങ്സ് ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇതാ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പം അമ്മൻ കുറച്ച് പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് സാറ അറേഞ്ച് ചെയ്തത് ടേബിളിലേക്ക് വെക്കാണ്. അതുപോലെ സ്വീറ്റ്സും ഒന്ന് സെറ്റാക്കി അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ലേറ്റ് നൈറ്റ് നടത്തുന്ന പരിപാടികളാണ് കേട്ടോ. ഏകദേശം ഞാൻ പറഞ്ഞില്ല 2-3 മണി ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവൾ ഗിഫ്റ്റ് കസ്റ്റമൈസേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചാൽ അതിൻ്റെതായ വൃത്തിക്ക് അവൾ ചെയ്തോളും. നല്ല ഐഡിയ ആണ് കേട്ടോ. അതായത് പിന്നെ ഇനിയിപ്പം ഹോം ഡെക്കോർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവളതായ ഒരു ഐഡിയയിൽ ചെയ്യും. ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ ഫോണിൽ ഇൻസ്റ്റഗ്രാമിന് വേണ്ടി റീലിന് വേണ്ടിയിട്ട് വീഡിയോ നീ തയ്യാറാക്കിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനിടയിൽ അവളുടെ ഫോണിൽ ചെറിയ ചെറിയ ഷോർട്സ് എല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. കിച്ചണിലെ കാര്യങ്ങളെല്ലാം ഏകദേശം, അതായത് അരിയൊക്കെ അരച്ച് വെച്ചു, പിന്നെ പുട്ട് കുഴച്ച് വെച്ചു, പിന്നെ മീൻകറി ഉണ്ടാക്കി, സ്റ്റ്യൂവിനുള്ള ഏകദേശം സെറ്റാക്കി വെച്ചു. തേങ്ങാപ്പാൽ നെക്സ്റ്റ് ഡേ ഫുഡ് പിന്നെ ടേബിളിലേക്ക് സെർവ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുൻപ് പിന്നെ ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് സ്റ്റ്യൂ ആ ഒരു ടൈമിൽ പ്രിപ്പയർ ചെയ്യാൻ പാകത്തിന് എല്ലാം വേവിച്ചിട്ടൊക്കെ വെച്ചു. പിന്നെ ഏകദേശം ഒരു 4:30-5 മണി ആകുമ്പോഴാണ് ഹസ്ബൻഡ് ഷോപ്പിൽ നിന്ന് തിരിച്ചെത്തിയത് കേട്ടോ. എന്നിട്ട് വന്നിട്ട് ആൾ ഫ്രഷായി നേരെ പിന്നെ പള്ളിയിലേക്ക് പോയി. സുബഹ് ഈദ്ഗാഹൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. തിരിച്ച് വരുന്നതിനിടയിൽ ഞാൻ പോയി ഉറങ്ങി. ഒരു 1 hour ഉറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഡേ എൻ്റെ കാര്യം പോക്കാം, എന്തായാലും തലവേദന ഇളവും. അതുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ വന്ന് വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ശേഷം ഫുഡെല്ലാം ടേബിളിലേക്ക് സെറ്റാക്കുമ്പോഴേക്ക് അവരൊക്കെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്ന് ഒന്നിച്ച് ഫുഡ് കഴിച്ചു. പിന്നെ അതിന് ശേഷം ഹസ്ബൻഡ് പോയി കിടന്നുറങ്ങി. കാരണം ആൾ നല്ല ടയേർഡായിരുന്നു, തലേന്ന് തീരെ ഉറങ്ങിയില്ലല്ലോ, ഭയങ്കര തിരക്കായിരിക്കും ഷോപ്പിൽ. അതുകൊണ്ട് തന്നെ പിന്നെ ലേറ്റ് നൈറ്റ് ആയിട്ടാണല്ലോ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടയർഡ്നെസ് എന്തായാലും ഉണ്ട്. ആൾ നല്ലപോലെ ഉറങ്ങി. പിന്നെ അതിന് ശേഷം എഴുന്നേറ്റത് ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈമിലായിരുന്നു. ഈ ഒരു വീഡിയോൻ്റെ പിന്നാലെ ഞാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ അന്നേ പറഞ്ഞതാണ്, ഷോറൂം വിസിറ്റിൻ്റെ വീഡിയോസ് കുറച്ച് ഷെയർ ചെയ്യണം എന്നുള്ളത്. കാരണം പലരും വന്നിട്ട്, അതായത് ഇവിടുന്ന് ഇപ്പം സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, അതായത് പൊതുവേ കാർഗോ കുറച്ച് ഡിലേ ആണല്ലോ. അപ്പം ഞങ്ങൾ എയർ കാർഗോ തന്നെയാണ് ഇപ്പം ഡിപ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പലർക്കുമായിട്ട് ഇവിടുത്തെ പ്രോഡക്റ്റ്സ് വേണം. പലരും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഇടാത്തത്. അതായത് ഷോറൂം വിസിറ്റ് വീഡിയോ ഇടുകയാണെങ്കിൽ അവർക്ക് നോക്കി സെലക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാമല്ലോ കാര്യങ്ങൾ. അപ്പം അതൊന്നും പിന്നെ
ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പുതിയ കളക്ഷൻസ് അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാത്തത് തന്നെയാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത് എൻ്റെയും കൂടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പിന്നാലെ തന്നെ 1-2 വീഡിയോ അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവശ്യക്കാർക്ക് അത് നോക്കിയിട്ട് വന്ന് ചൂസ് ചെയ്യാമല്ലോ. ഇന്ന് തന്നെ ഇതിപ്പോൾ ഈ ഒരു വോയിസ് ഓവർ ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ എൻ്റെ മനസ്സിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്, പാകിസ്ഥാനി സ്യൂട്ട്സ്. അപ്പം അതൊരു 2-3 സ്യൂട്ടെങ്കിലും വീഡിയോ എടുത്ത് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഓർഡേഴ്സ് എടുത്ത് തുടങ്ങണം. പിന്നെ വെച്ചാൽ ജിമ്മിന് പോയിട്ടില്ല. ജിമ്മ് 1 hour നോർമലി പോകുന്നതാണ്. ഇപ്പം ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല. ഇന്നലെ അബായൻ്റെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ദുബായിൽ അജ്മാനിലൊക്കെ ആയിരുന്നു. അങ്ങനെ അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഫുൾ മുടങ്ങി. അപ്പോൾ ഇന്നെങ്കിലും പോയിട്ട് ഇന്നൊരു 1-1.5 മണിക്കൂറെങ്കിലും പോയിട്ട് അത് ചെയ്യണം. കാരണം ചെയ്തിട്ടില്ലെങ്കിലൊരു മനസ്സിനൊരു ടെൻഷനാണ്. എല്ലാ ദിവസവും പോകാറുണ്ട്, ഇടയ്ക്ക് വിട്ടു പോകും, എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ ഒഴിവാക്കും. മിക്കവാറും നൈറ്റിലാണ് പോകൽ. പിന്നെ ചില ഡേയ്സിൽ മാത്രം ഏർലി മോർണിംഗ് പോകും. ഏർലി മോർണിംഗ് പോയി കഴിഞ്ഞാൽ നല്ല സമാധാനമാണ്. അന്നത്തെ ദിവസം രാവിലെ ആ പണി കഴിഞ്ഞാൽ വലിയൊരു ഭാരം തലേന്ന് ഇറക്കി വെച്ച പോലത്തെ ഒരവസ്ഥയാണ്. പക്ഷേ രാവിലെ പോകാൻ ചിലപ്പോഴൊക്കെ മടിയാവും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് ആ ഒരു ഏർലി മോർണിംഗ് സുബഹി നിസ്കരിച്ചതിന് ശേഷം നമുക്കിവിടെ നിന്ന് 6:30 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജിം. ആ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ആ ഒരു റൂട്ടീനിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വരണം. എന്നാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അന്നത്തെ ദിവസം ഈദ് ഡേ നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ഹസ്ബൻഡ് കസിൻ്റെ വൈഫാണ്, നൗഷാദിൻ്റെ വൈഫ് ഷമ്മ. പിന്നെ ഇത് അതായത് ഷമ്മൻ്റെ ആങ്ങളിൻ്റെ വൈഫാണ് ലൈലൻ്റെ മോൾ ജന്ന. ഈദ് മുബാറക്ക് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്. അവിടെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. 1-2 മണിക്കൂർ അവിടെ ഇരുന്നു. അതിനുശേഷം പിന്നെ ഹസ്ബൻഡ് എന്നെ വേറൊരു കസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയിട്ടും കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ അന്നത്തെ ഈദ് ഡേ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പം ഇനായ ആൻഡ് മറിയം അവരുടേതായ ഒരു ലോകത്താണുള്ളത്. രണ്ടാളും ഏകദേശം ഒരേ ഏജിലുള്ള ആൾക്കാരാണ്. അവരെന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ട്. അവിടുന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മളവിടുന്ന് പിരിഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏകദേശം ഒരു 12:30 ആകുമ്പോൾ നമ്മൾ അബുദാബിയിൽ എത്താനായിരുന്നു എല്ലാവരും കൂടിയിട്ട് പ്ലാൻ. അതായത് ഗ്രൂപ്പിൽ അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത്യാവശ്യം എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് രാവിലെ തന്നെ ഇറങ്ങാണ്. അതായത് 1 day സ്റ്റേ ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാ സെറ്റപ്പും എടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. എല്ലാം കഴിഞ്ഞ് ഞാനാണ് ഡോർ ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ. ആ സമയത്ത് ഓർമ്മ വന്നത് ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തിട്ടില്ല എന്നുള്ളത്. തിരിച്ചു വന്നു, ഒന്ന് ഗ്യാസിൽ ഒന്ന് അതായത് ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇപ്പോൾ സാധാരണ നമ്മുടെ ലേഡീസിനുള്ളൊരു പ്രശ്നമാണല്ലോ ഇതല്ലേ. അപ്പോൾ തിരിച്ചു പോയി വീണ്ടും അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് വന്നത്. അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് ഇങ്ങനെ മനസ്സിൽ കിടക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ വണ്ടിൻ്റെ ബൂട്ടിലേക്ക് വെച്ചു, ക്ലോസ് ചെയ്തു. അങ്ങനെ അബുദാബിയിലാണ് പോകുന്നത്. അബുദാബി ഷഹാമ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളൊരു ഫാമിലാണ് കേട്ടോ നമ്മൾ സ്റ്റേക്കേഷൻ പ്ലാൻ ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. റസ്ബി, സാറ, സാൻ, പിന്നെ ഞാൻ, ഇനായ, പിന്നെ അഫ്നാൻ, ഹസ്ബൻഡ് ബ്രദറിൻ്റെ മോൻ. അവൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈദ് പിന്നെ ലീവ് ആയതുകൊണ്ട് അവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവനും ഉണ്ട്, പിന്നെ അവനും പിന്നെ ഹസ്ബൻഡും. സാനിന് വണ്ടിയിൽ കയറിയ ഉടനെ പാട്ട് വേണം. പിന്നെ ഭയങ്കര ഇഷ്ടം. അവൻ്റെ കുറച്ച് സെലക്റ്റീവായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവന് എന്താ പറയുക, ഒരാളും അവനെ ശല്യം ചെയ്യാൻ പാടില്ല. അവന് ഇരുന്ന് ആസ്വദിക്കും. അതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാട്ടോ പാട്ടുകൾ, ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് റസ്ബിയും സാറയും രണ്ടാളും നന്നായിട്ട് പാടും. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അവനിക്കും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവന് കണ്ടില്ലേ, ഏതോ എൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചിട്ട് അതങ്ങനെ അങ്ങ് അടങ്ങിയിരുന്ന് എൻജോയ് ചെയ്യാണ്. കൈ കൊണ്ട് താളമെല്ലാം പിടിക്കുന്നുണ്ട്. പിന്നെ ആ ഒരു സോങ് ഞാൻ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് ആ ഭാഗം ഫുള്ളായിട്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ് കേട്ടോ. ഉച്ചക്കത്തെ ലഞ്ച് നമ്മൾ ലൈറ്റായിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഫാം ഹൗസിലേക്ക് പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അവിടെ ചെക്ക് ഇൻ ടൈം പറഞ്ഞത് 3 o'clock ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ എന്തെങ്കിലും കഴിക്കുക, അങ്ങനെ ലൈറ്റായിട്ട് എന്തൊക്കെയോ കഴിച്ചിട്ടെല്ലാം ഞങ്ങൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തത്. പിന്നൊരു കാര്യം ഇവിടെ എനിക്ക് പറയണമെന്ന് തോന്നിയത്,
നെക്സ്റ്റ് വീഡിയോസിൽ വന്ന 1-2 കമൻസിനെ കുറിച്ചാണ് കേട്ടോ. എനിക്ക് യൂഷ്വലി അങ്ങനെ നെഗറ്റീവ് കമൻസ് ഒന്നും വരാറില്ല. അപ്പോൾ ഈ 2 കമൻസ് എന്ന് പറയുന്നത് ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് കിട്ടണമെന്ന് കാത്ത് നോക്കി നിന്ന് പറയുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന രീതി. അതിൽ ചെറിയൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞൊരു പിന്നെ ഒരു ബ്യൂട്ടി പാർലർ വ്ളോഗിൽ ഞാൻ പെഡിക്യൂർ ചെയ്യുമ്പോൾ എൻ്റെ കാലിൻ്റെ പാദം മാത്രം ചെറിയൊരു പോർഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പെഡിക്യൂർ ചെയ്യുന്നത് ഇപ്പോൾ കാലിനല്ല, ആ ഒരു പോർഷൻ നമ്മൾ എന്തായാലും ആ സംസാരത്തിൻ്റെ ഇടയിൽ കാണിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറയുക വന്നിട്ട് പിന്നെ അതായത് എന്താ ഈ കാലൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്, ഇതൊക്കെ നല്ല രീതിയാണോ, മുസ്ലിങ്ങൾക്ക് ചേരാത്ത രീതി. പിന്നെ അപ്പം ഞാൻ ഈ കമൻ്റ് ഇട്ട ആളോട് ഞാനിപ്പോൾ പറയാണ്, ഞാൻ പിന്നെ കാലിൻ്റെ പാദം എന്ന് പറഞ്ഞാൽ കവർ ചെയ്തിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല. അതായത് ഞാനിപ്പോൾ നോർമലി ഒരു സൽവാർ കമ്മീസ്, നമ്മുടെ സാധാരണ ഒരു സൽവാർ കമ്മീസ് ഇട്ട് നടക്കുമ്പോഴും നമ്മളെ കാൽപാദം എന്തായാലും കാണും. അതും കവർ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ നടക്കുന്നത്. ഓക്കെ, ഫുള്ളി കവേർഡ് ആയിട്ടൊന്നുമല്ല ഞാൻ യൂഷ്വലി നടക്കുന്നത്. അപ്പോൾ അതേ ഒരു സംഭവം തന്നെ അത് അവിടെ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആ പോയിൻ്റ് ചെയ്ത ആ ഒരു കാര്യത്തിൽ ഒരു ന്യായവും ഇല്ല. പിന്നെ വേറെന്ന് വെച്ചാൽ വേറെ ഇതുപോലുള്ള 1-2 പിന്നെ ഈ കമൻറ്റ് ചെയ്യുന്നവരുമായിട്ട് എനിക്ക് ആർഗ്യൂ ചെയ്യാൻ എനിക്ക് സമയമില്ല. നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ഓരോ കുറ്റങ്ങൾ ആരുടേതായാലും എൻ്റെ എന്നല്ല, ഇങ്ങനെയുള്ള പല യൂട്യൂബേഴ്സിൻ്റെ ആയാലും ഇനിയിപ്പം വേറെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആയാലും നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്നോ, നമുക്കത് ആർഗ്യൂ ചെയ്യാനും നിങ്ങളുടെ അടുത്ത് വന്ന് അതിന് എതിരെ സംസാരിക്കാനും ഒന്നുമുള്ള ടൈമില്ല. അതുകൊണ്ട് നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് അവിടെ കമൻറ്റ് ചെയ്തിട്ട് ഇരുന്നോളൂ കേട്ടോ. എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാരണം നമുക്ക് ശരിയെന്ന് തോന്നുന്നത് തന്നെയാണ് ഞങ്ങൾ ഇതിലൂടെ കാണിക്കുന്നത്. നിങ്ങളെക്കാൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഒരുവിധം എല്ലാവരും തന്നെ. ഓക്കെ, അപ്പം ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ നെഗറ്റീവ് അടിക്കണ്ട. ഓക്കെ, ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി കാണാം. എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ. പിന്നെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പം അതിൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോയെന്നും കൂടി എന്തായാലും ഒന്ന് ചിന്തിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും റിപ്ലൈ തരുന്നുണ്ട്. ഇനിയിപ്പോൾ പോസിറ്റീവായിട്ട് കമൻറ്റ്സ് ചെയ്യുന്നവരോടാണ് ഭയങ്കര ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ ഓരോ കമൻറ്റ്സ് വായിക്കുമ്പോഴും. നിങ്ങളെപ്പോലുള്ളവർ തന്നെയാണ് നമുക്കിങ്ങനെയുള്ള ഓരോ ചാനൽസ് ആയാലും ഓരോ സംഭവങ്ങളായാലും മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കമൻറ്റ്സ് തന്നെയാണ്. അതിലൊരു സംശയമില്ല കേട്ടോ. അങ്ങനെയുള്ളവരെ കൂടെ ചേർത്ത് പിടിക്കുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഞങ്ങളിതാ ഫാം ഹൗസിലേക്ക് പോകുന്നതിന് മുൻപ് ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ ഫാം ഹൗസിലേക്ക് പോയി. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് വെറും ഇവൻറ്റ്സിന് മാത്രമായിട്ട് അവർ കൊടുക്കുന്നൊരു സ്പോട്ടാണ്. പിന്നെ ഞങ്ങൾ ചോദിച്ചപ്പം അവർ 1 ഡേ സ്റ്റേക്കേഷനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവൻറ്റ്സിന് കൊടുക്കുന്നതാണെങ്കിൽ കൂടിയും എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അതായത് പിന്നെ വലിയൊരു മജ്ലിസ് ഉണ്ട്. അതുകൂടാതെ 2-3 അതായത് 3 ഏരിയാസിലായിട്ട് ഇങ്ങനെ റൂംസ് ഉണ്ട്. ടോയ്ലറ്റ്സ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. മീൻസ് ഓരോ ഏരിയയിലും ഓരോ പോയിൻറ്റ്സിലായിട്ട് ഓരോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വില്ല പോലെയാണ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ 2-3 ടോയ്ലറ്റ്സൊക്കെ ഉണ്ട് ഓരോ വില്ലക്കും. പിന്നെ വലിയ മജ്ലിസാണ്, അത്രയ്ക്ക് വലിയ മജ്ലിസാണ്. നമുക്കൊരു ചെറിയ ഇവൻ്റൊക്കെ നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഗ്യാതറിങ്സിനും അവിടെ പിന്നെ എന്തെങ്കിലും പരിപാടികൾ നടത്താനും ഒക്കെ ആയിട്ട് പറ്റിയൊരു കൈൻഡ് ഓഫ് മജ്ലിസാണ്. അപ്പോൾ എല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ തന്നെയും, കാരണം എല്ലാം നല്ല സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഭയങ്കര എക്സ്റ്റീരിയർ പറയുകയാണെങ്കിൽ ഭയങ്കര രസമുണ്ട്. അവിടെയുള്ള ഓരോ സംഭവങ്ങളും അവർ നല്ല രീതിയിൽ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്ന നല്ല ബൊഗൈൻ വില്ലൻ്റെ ഒരു ലോകം. അതായത് എല്ലാ മുക്കിലും മൂലയിലും പല കളേഴ്സിലുള്ള ബൊഗൈൻ വില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. അത് ഒരു എന്താ പറയുക, ഒരു പിൻട്രസ്റ്റി വൈബ് തരുന്ന കൈൻഡ് ഓഫ് ഫാം ഹൗസ്. പിന്നെ നമുക്ക് ഫോട്ടോസിനും വീഡിയോസിനെല്ലാം പറ്റിയ ഇഷ്ടം പോലെ അതുപോലത്തെ ലൊക്കേഷൻസ് ഉണ്ട്. എല്ലാം മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ എൻട്രൻസ് ആണിത്. ഞങ്ങളാണ് ആദ്യം അവിടെ എത്തിയത്. കാരണം ഇത് സാറിൻ്റെ കെയർ ഓഫിലായിരുന്നു നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത് കേട്ടോ. അപ്പം അത് തന്നെ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ച് സെറ്റാക്കി
അതിനുശേഷം ബാക്കിയുള്ള നമ്മുടെ മെമ്പേഴ്സ് എല്ലാം തന്നെ വന്നു. ഏകദേശം 7-8 ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ട് ഏകദേശം 60 ആൾക്കാരാന്ന് തോന്നും, മക്കളും വലിയ ആളും എല്ലാം കൂടിയിട്ട്. അപ്പം എല്ലാവരും ആ സമയമാകുമ്പോഴേക്ക് എത്തി. നല്ലൊരു ടൈമാണ് ഞങ്ങൾ അവിടെ എത്തിയത്. മാത്രമല്ല അന്നത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതിൻ്റെ 2 ദിവസം മുൻപൊക്കെ നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര രസമുള്ളൊരു കാലാവസ്ഥയായിരുന്നു. ആ ഒരു കാലാവസ്ഥയിൽ ആ ഒരു ഫാം ഹൗസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. ഈവനിങ് ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും മാക്സിമം നല്ല രീതിയിൽ തന്നെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ എന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വരുന്നതിന് മുൻപേ നമ്മൾ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു. പല ഗെയിംസും ആക്ടിവിറ്റീസും എല്ലാം തന്നെ നേരത്തെ എല്ലാവരും കൂടി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം സെറ്റപ്പോട് കൂടി തന്നെയാണ് വന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരു മിനിറ്റ് എന്ത് ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് വന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു നൗഷാദ്. ഇതങ്ങ് എടുക്കുമ്പോക്ക് ചായ കീറ്റയിൽ ഓർഡർ ചെയ്യാൻ നോക്കിയ കുറച്ച് ആൾക്കാരുണ്ട്. ആ പൈസ തന്നെ കീറ്റയിൽ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്താ ഷെഫി വേണേ ഷെഫി ആ കീറ്റിന്റെ പൈസ വാങ്ങിച്ചാ 24 ചായ വന്നിട്ടുണ്ട്. വേ മേടിച്ചാ വാങ്ങിച്ച അതന്നെ ഓർഡർ ചെയ്യാൻ ഒരു ആപ്പിൽ എടുത്തിനെ. ആ എത്ര ഓറ കുടിപ്പിച്ച തന്നെ നമ്മള്. അതിനുശേഷം നമ്മൾ പിന്നെ പല ഗെയിംസും അന്താക്ഷരിയൊക്കെ കളിച്ചിരുന്നു. അന്താക്ഷരി എന്നൊക്കെ പറഞ്ഞാൽ ഇത് അന്താക്ഷരീൻ്റെ ഒരു ചെറിയ ഒരു ക്ലിപ്പിങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്താക്ഷരി എന്ന് പറഞ്ഞാൽ 2 ടീമും മാക്സിമം കള്ളക്കളി കളിച്ചിട്ടുള്ളൊരു അന്താക്ഷരിയായിരുന്നു. ശരിക്കും പറയുന്നത് അന്താക്ഷരി കളിക്കുമ്പം കള്ളക്കളി കളിക്കണം എന്നാൽ മാത്രമാണ് അതിനൊരു ത്രില്ലുള്ളൂ. അപ്പുറം ഇപ്പുറം അടിയെന്ന് പറഞ്ഞാൽ ഒരു നല്ല രസമുള്ള അടികളാണ്. സംസാരങ്ങളും ആ ഒരു പിന്നെ ടീം സ്പിരിറ്റ് ഉണ്ടല്ലോ. ഓരോ 2 ടീമിനും ഒരു ഹെഡ് ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് ആ ഒരു ടീം സ്പിരിറ്റിൽ കളിക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ എല്ലാ ഗ്യാതറിങ്സിലും ഉള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഗെയിമാണ് കുപ്പിയേറ്. അത് ബോട്ടിൽ വെച്ചിട്ട് അത് ബോളറിന് വീഴ്ത്തൽ. അപ്പം അതായിരുന്നു. അതും ഒരു 2-3 പിന്നെ മത്സരങ്ങളായിട്ട് ഞങ്ങൾ കളിച്ചു. എന്നിട്ട് അതിൽ വിന്നറിനെല്ലാം അനൗൺസ് ചെയ്ത് നല്ല രസമായിരുന്നു. പിന്നെ ഒരുപാട് ഗെയിംസും സംഭവങ്ങളൊക്കെ പിന്നെ ലൂഡോ, അതുപോലെ സ്നേക്ക് ആൻഡ് ലാഡർ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം മക്കളെല്ലാം ഓരോ സൈഡിൽ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാട്ട് ഡാൻസ് ഒന്നും പറയണ്ട, നമ്മുടെ ഡേ ആയിരുന്നു അത്. മാക്സിമം എൻജോയ് ചെയ്തു. അപ്പം നെക്സ്റ്റ് ഡേ ഇതാ മോർണിംഗ് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് സീൻസാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് നമ്മൾ മറ്റേ പഴം വാട്ടിയത്, അതുപോലെ ബ്രെഡും മുട്ടയും പിന്നെ ചായ ഇങ്ങനത്തെയൊക്കെയാണ് കഴിച്ചത് കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഒന്നാമത് ഇത് ഞാൻ പറഞ്ഞില്ല, അങ്ങനൊരു മീൻസ് സ്റ്റേക്കേഷനുള്ളൊരു സ്ഥലമല്ല ഇത്, ഫങ്ഷൻസ് നടത്താനുള്ളൊരു ഫാമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സെറ്റപ്പൊന്നും ഇല്ല. എന്തായാലും നമ്മൾ കിച്ചണും സൗകര്യങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് നമ്മൾ അവിടുന്ന് എല്ലാവരും കൂടിയിട്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഒരുപാട് നല്ല നല്ല സ്പോട്ട്സ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം ആയിട്ട് സംഭവം
ഫാമാണ്. പിന്നെ പൂൾ ഏരിയ ഒക്കെ അടിപൊളി, നല്ല രസത്തിൽ എല്ലാവരും എൻജോയ് ചെയ്തു. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്, മൊത്തത്തിൽ കാണാൻ ഭയങ്കര ഗ്രീനറിയാണ്. പിന്നെ ഫ്ലവേഴ്സൊക്കെ ഒരുപാട് ഏരിയയിൽ നല്ല നല്ല അടിപൊളി, എസ്പെഷ്യലി നമ്മുടെ കടലാസ് പൂവ്, അതായത് ബൊഗൈൻവില്ലിൻ്റെ ഒരു ലോകം തന്നെ. അതുകൊണ്ട് എന്താ പറയുക, ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പൂളൊക്കെ മക്കളും വലിയ ആളും എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു. നമ്മുടെ ഒരു ഡേ ആയിരുന്നു കേട്ടോ അന്ന്, ഭയങ്കര രസമായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ തലേന്നും പിറ്റേന്നും എല്ലാം ആയിട്ട് എല്ലാവരും കൂടിയായിട്ട്. ഫാം വരുന്നത് ഷഹാമയിലാണ്, അവിടെ ഉമ്മൽ ബസാറ്റിൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പേര് തെറ്റിപ്പോയിന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഡേ വ്ലോഗ്. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. Until then, take care. Thank you.